എന്താ കുട്ടി? ഇതാര് തന്നു? ചേട്ടൻ. ചേട്ടന്റെ പേരെന്താ? ബാലൻ. ബാലൻ ചേട്ടൻ. എന്നിട്ട് എവിടെ? നീ നോക്കൂ. 6ാം പ്രാവശ്യമാണ് ഞാൻ അവളിലേക്ക് ഒരു പാത വെട്ടിത്തെളിക്കാൻ ശ്രമിക്കുന്നത്. പാതയോ? എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാൽ ഇപ്പോഴവളീ കീറി എറിഞ്ഞത് ഞാൻ അവൾക്ക് എഴുതുന്ന 6ാമത്തെ എങ്കിൽ പിന്നെ പണി അങ്ങ് നിർത്തിക്കൂടെ എന്റെ ആശാനെ? നിർത്താൻ? എന്നിട്ട് എന്റെ ഈ വിലപ്പെട്ട യൗവനം പാഴാക്കി കളയാൻ ലജ്ജാവ. അവള് പ്രേമിച്ചില്ലെന്ന് വെച്ചാൽ നിങ്ങളുടെ യൗവനം അങ്ങനെ പാഴാവും? അവള് പ്രേമിച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിക്കാനില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം, പിന്നെന്ത് യൗവനം? അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നമ്മളൊക്കെ ആണാന്നും പറഞ്ഞിങ്ങനെ നടക്കുന്നത്? ഹായ്, വന്നല്ലോ പിറന്നാൾ കുട്ടി. അവന്റെ ഒരു നോട്ടം കണ്ടോ? ഒരു തുള്ളി പായസം അവന് കൊടുക്കാൻ പാടില്ല. പിറന്നാളാ, പ്രായം പറയാൻ പാടില്ല. നീ തന്നെ അങ്ങോട്ട് കൊടുത്തരും മോളെ, അല്ലെങ്കിൽ അതിന് ഇനി അടിയും പിടിയും കത്തിരി ബഹളോ. സാധ്യ ഒരു ഗ്ലാസ് സ്പൂൺ എടുത്തോട്ടോ. എത്ര പെട്ടെന്ന് കാലം പോകുന്നു. നാരായണ ചേച്ചി നിന്നെ പ്രസവിച്ചത് ഇന്നലെ പോലെ ഇരിക്കുന്നു. ചേച്ചി, ഇന്ന് ഉച്ചയ്ക്ക് ഇവർക്കെല്ലാം ഊണ് നമ്മുടെ വീട്ടില. ഞാനോ? അയ്യോ, സാറ് വരണ്ട. സാറിന് അവിടെ ബാക്കി ആർക്കും ഊണ് കിട്ടില്ല. അയ്യോ, ഇനി അതിന് മതി വഴക്ക്. എന്റെ രവി, നീ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. സ്വൈര്യം കിട്ടട്ടെ. അപ്പുറത്തെ സ്വന്തം മുന്നേ ഉണ്ട് കേട്ടോ. എന്നും ഇതുപോലെ പിറന്നാളുകൾ ഉണ്ടാവട്ടെ. എന്നിട്ട് ഞാൻ എളുപ്പം വയസ്സായിക്കോട്ടെ. കണ്ടോ ഒരു കുശുമ്പ്. സാറിനെ ഊണിന് ക്ഷണിക്കാനും കൂടിയാ ഞാൻ വന്നത്. ഇങ്ങനെയൊന്നും ക്ഷണിച്ചാലേ ഞാൻ വരില്ല. പിന്നെ എങ്ങനെയാ തമ്പുരാനെ ക്ഷണിച്ചോണ്ട് പോണ്ടേ? പല്ലക്ക് കൊണ്ടുവന്ന് എടുത്തോണ്ട് പോണമായിരിക്കും. പല്ലക്കിലോ മഞ്ചലിലോ തൂളിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ വരണ്ട. പപ്പന്റെ കൊച്ചുനാളിലെ ഞാൻ കുറെ എടുത്ത് നടന്നിട്ടുണ്ട്. അറിയാമോ, ഞാൻ കൊച്ചായിരുന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി. പപ്പൂസിന് ഓർമ്മയുണ്ടോ? എനിക്ക് 6 വയസ്സ്, പപ്പുവിന് 2 വയസ്സ്. നമ്മളെല്ലാം കൂടി കുന്നിന്റെ മുകളിലുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ പോയി. എനിക്ക് പപ്പുവിനെ എടുക്കണം. പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കില്ല. ഒടുവിൽ ഞാൻ തൂക്കി എടുത്തു. പടി കയറുമ്പോഴുണ്ടല്ലോ ഞാൻ കിടക്കുന്ന 2ഉം കൂടി തടപെടാവെന്ന് എന്റെ ഒരു പല്ലട്ടം. അന്നൊക്കെ എന്ത് നല്ല കുട്ടിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ വരണേ. ഓൾറെഡി കണ്ടു കുഞ്ചു, കണ്ടു കണ്ടു കുഞ്ചു. അങ്ങനെ കണ്ടാ പറ്റത്തില്ല. പൂച്ച ചാടിയത് കൊണ്ടാ കുഞ്ചു ചിരിച്ച.
അടിച്ചത് പകുതിക്ക് മുകളില്, അടുത്തിട് താഴെ. ഇറങ്ങി വാ വെളിയില്. ആഹാ, മുണ്ടെടുത്ത വലിയ ആളായി പോകുമെന്നാണോ വിചാരം? അതൊക്കെ രചിച്ചേച്ചി നോക്കിക്കോ. കോളേജിൽ പോയി വരുമ്പോഴേക്കും ഞാൻ ആള് വേറെ ആയിരിക്കും. അതിനല്ലേ ദിവസവും 2 സ്പെഷ്യൽ മുട്ട. പിന്നെ ഞാൻ പപ്പുവിനൊരു ജോലി തരട്ടെ. എന്ത് ജോലി? പപ്പുവിന്റെ സൈക്കിൾ ഇരിക്കല്ലേ, ഒന്ന് ടൗൺ വരെ പോവാവോ? ആദ്യം എന്തിനാന്നറിയട്ടെ, എന്നിട്ട് പറയാം പോവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ഇന്ന് പറ്റിയില്ലെങ്കിലേ സാറിന് സൗകര്യമുള്ള ദിവസം എനിക്ക് ആ വള വാങ്ങിച്ചോണ്ട് തരണം. വളയോ? ഏത് വള? ഏത് വളയോ? ഹൈസ്കൂളിന്റെ അവിടെ ആ ജംഗ്ഷനിൽ പോവില്ലേ, അവിടെ കടയില് കുപ്പിവള കിട്ടും കേട്ടോ. 2 ഡസൻ വാങ്ങിക്കണം. ദാ ഇതാണ് സൈസ്. 1/2 ഡസൻ കറുപ്പ്, 1/2 ഡസൻ പച്ച, 1/2 ഡസൻ കടും ചുമപ്പ്, പിന്നെ 1/2 ഡസൻ പപ്പുവിന് ഇഷ്ടമുള്ള നിറം. ഏത് നിറമാ പപ്പുവിന് ഇഷ്ടം? ചേച്ചിയുടെ നിറം.